You are the shimmer of untold dreams, the glitter of innumerable stars, the wave unbroken by the shore, the key and the melodious note, the soft laughter of the jewels, the brilliance of the treasure trove. You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewelers. ലവ് ലെറ്റർ ടു മലയാള സിനിമ. ഞാൻ ഈ കർട്ടൻസ് ഒക്കെ ഒന്ന് മാറ്റിയതാക്കി. അതെ, ഞാൻ ഇത് ആദ്യം എന്താന്ന് വിചാരിച്ചു, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കഥ പറഞ്ഞു തുടങ്ങി. നസ്ലൻ എന്ന് പറയുന്ന ആക്ടറിനെ വാലിഡേറ്റ് ചെയ്യുന്ന പോലെ ദുൽഖർ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുകയാണ്. ടെൻഷൻ ഓക്കെ ആയിരിക്കില്ലേ? വിനീതേട്ടൻ ചോദിച്ചിട്ടുണ്ട്, അഭിചേട്ടന്റെ വീട്ടില് പോയപ്പോ, കോഴിക്കോട് കാലിക്കറ്റ് വീട്ടില് പോയപ്പോ, അഭി നീ എവിടെയാ പാമ്പിനെ വെച്ചേക്കുന്ന റൂം? പെട്ടെന്ന് തന്നെ ആ കഥയിലേക്ക് ഇന്നായി ഇംപ്രസ്ഡ് ആയി. കൊള്ളാലോ. തണ്ണീർമത്തം നോക്കിക്കഴിഞ്ഞാല് അതിൽ ഡെസ്കിൽ താളം പിടിച്ചു, അതായത് ഭയങ്കര എക്സ്ട്രോവേർട്ട് ലൗഡർ എലമെന്റ് ഉള്ള. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിലേ വന്നതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കാൻ. ക്ലാസിന്റെ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ ആക്ടർ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ. ചന്തു ആയിക്കോട്ടെ, സംഗീത ആയിക്കോട്ടെ, ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുന്ന ടീമുകളാണ്. സെക്കൻഡ് നോക്കിയിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ. നമ്മൾ തന്നെ പഠിച്ചു വരുന്നേ ഉള്ളൂ. കോമ്പറ്റീഷൻ ടൈറ്റ് ആണ്. അപ്പൊ റീൽസ് ഒക്കെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ആളാണ്. ഈ വാഴ കണ്ടിട്ടാണെങ്കിലും ഞാൻ അവരെല്ലാവരെയും മെസ്സേജ് അയക്കാൻ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞങ്ങൾക്കിടയിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഇവരറിയുന്നില്ല. അതൊരു അമൽ നീരദ് പടമായിരിക്കും. ഞാൻ അമലേട്ടനോട് കൈ പിടിച്ചിട്ട് ചേട്ടാ താങ്ക് യു, നല്ല രസമുണ്ട് എന്നെ കാണാൻ. നസ്ലൻ ആണ് ക്യൂ സ്റ്റുഡിയോയില്. നസ്ലൻ, നമ്മൾ പ്രേമലുവിന് ശേഷം സംസാരിക്കുന്നു. ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ പ്രേമലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി നോക്കുമ്പോൾ അതൊരു ഭയങ്കര ബെഞ്ച് മാർക്ക് പടമാണ്. ഒരു മലയാളത്തിന് പുറത്തൊക്കെ ക്രോസ് ചെയ്ത് സക്സസ് ഉണ്ടാക്കിയ ഭയങ്കര ഒരു ട്രെൻഡ് സെറ്റർ പടമാണ്. അതിനുശേഷം ആലപ്പുഴ ജിംഖാന വരുന്നു. ജിംഖാനയും അങ്ങനെ ഒരു സ്റ്റാർഡത്തിലേക്ക് ഒരു ആഡ് ഓൺ വരുന്നു. എനിക്ക് രസമുള്ള സാധനം തോന്നിയിട്ടുള്ളത്, വേണമെങ്കിലൊരു നസ്ലൻ എന്ന് പറയുന്ന ആക്ടറിനെ വാലിഡേറ്റ് ചെയ്യുന്ന പോലെ ദുൽഖർ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുകയാണ്. കമന്റിൽ പബ്ലിക്കായിട്ട് ഭയങ്കര ഭാരം കൂടുതലുള്ള വിളിയാണ്. എന്നാൽ അവിടെ ഒരു ഭയങ്കര രസമുണ്ട്. കാരണം ബിബീഷിന്റെ ഒക്കെ ചെറുപ്പകാലം വരനാവശ്യമുണ്ടിൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ദുൽഖർ എനിക്കൊന്ന് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നസ്ലനെ ചേർത്ത് നിർത്തിയ, തുടക്കം മുതൽ ചേർത്ത് നിർത്തി പോയിട്ടുള്ള ഒരാളാണ്. ഈ പറയുന്ന ഇങ്ങനത്തെ ഇത്തരം ദുൽഖർ അടക്കമുള്ളവർ തരുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ ഇപ്പോൾ ഓഡിയൻസിന്റെ അടുത്ത് ഒരു ബാങ്കബിളായ ആളുകൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൗഡ് പുള്ളർ ആക്ടർ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നസ്ലൻ്റെ ഒരു പടം എന്ന് പറഞ്ഞാൽ നസ്ലിന് ഒരു ട്രസ്റ്റ് ഉണ്ട്. അതിനെങ്ങനെയാണ് നസ്ലിൻ കാണുന്നത്? മനസ്സിൽ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ഉള്ള ഇതില്. അതേസമയം ഈ പറഞ്ഞ പോലെ നമുക്കൊരു ടെൻഷൻ ഓക്കെ ആയിരിക്കില്ലേ ഇനി അങ്ങോട്ട് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ പ്രതീക്ഷകൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മൾ തരുന്ന ആ വിശ്വാസം. നമുക്ക് നല്ല നല്ല പ്രൊജക്ട്സുകൾ വരുന്നുണ്ട്, നല്ല നല്ല ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഐ മീൻ അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമാകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കൊളാബറേഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ വെയിറ്റ് ചെയ്യുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന കൊളാബറേഷൻ ഇങ്ങോട്ടും ആഗ്രഹമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് ഒരു സേഫ് സൈഡ്, പകുതി അവരുടെ ഷോൾഡറും പകുതി നമ്മുടെ ഷോൾഡറും ചേർത്ത് വെക്കാറുള്ള. മോളിവുഡ് ടൈംസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ മുകുന്ദൻ ഫ്രം ദ മേക്കർ ഓഫ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ആണ്. മുകുന്ദൻ ഉണ്ണി എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മറ്റേ ഒരു ത്രില്ലർ സിനിമ കാണുന്ന പോലെ നമുക്ക് ഡയറക്ടർ റിവലേഷൻ ഇവനാള് കൊല്ലാനൊക്കെ ഒരു എൻക്രെഡിറ്റ് വരെ നമ്മൾക്കൊരു സർപ്രൈസ് കിട്ടിയിട്ടുള്ള സാധനമായിരുന്നു.
അപ്പൊ അഭിനവിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതില് വാർണിംഗ് കാർഡ്സ് ഒക്കെ എഴുതി കാണിക്കുന്നതാണെങ്കിലും ഭയങ്കര രസം. അതെ, മറ്റേ പൂച്ചനൊക്കെ തട്ടിക്കളയുന്നത്. അതെ, ഒരു ഡയറക്ടറും മുകുന്ദനുണ്ണിയും തമ്മിലൊരു ഒരു അല്ലേ ഒരു 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 അടുപ്പുള്ളത് പോലെ ഇവനാണോ അവൻ എന്നുള്ളത് വിനീതേട്ടൻ ചോദിച്ചിട്ടുണ്ട്. അഭിചേട്ടന്റെ വീട്ടില് പോയപ്പോ, കോഴിക്കോട് കാലിക്കറ്റ് വീട്ടില് പോയപ്പോ, അഭി നീ എവിടെയാ പാമ്പിനെ വെച്ചേക്കുന്നത് റൂമിൽ? എന്റെ ട്രേറ്റ്സ് അല്ലടാ നിന്റെ ട്രേറ്റ്സ്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം മുകുന്ദനുണ്ണി, ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു ആക്ടർക്ക് കോൾ എടുക്കാൻ പറ്റുന്ന ഒരു രസമുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ക്രാഫ്റ്റ് പ്രൂവൺ ആയി കിട്ടിക്കഴിഞ്ഞാല് പിന്നെ സ്ക്രിപ്റ്റിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ മുകുന്ദനുണ്ണിയുടെ മേക്കർ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പാതി മനസ്സ് അവിടെ ഓപ്പൺ ആയി. പിന്നെ ഈ സ്ക്രിപ്റ്റ് നമ്മളെ കൺവിൻസ് ചെയ്താൽ മതി, ഞാൻ ചെയ്യേണ്ടതാണോ, ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നുള്ളത്. ഇപ്പൊ അബിയുടെ കാര്യത്തിൽ വരുമ്പോ എനിക്ക് തോന്നുന്നത് അതേ ടൈപ്പ് പടമല്ല എന്നറിയാം. എനിക്കറിയാവുന്നത് വെച്ച് ഇത് ഒരു ഹെയ്റ്റ് ലെറ്റർ ഓർ ലവ് ലെറ്റർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സിനിമയിൽ തന്നെ കണക്റ്റഡ് ആണ്. ഇവിടെയും നിങ്ങൾക്ക് പേഴ്സണലി കണക്ട് ചെയ്യാവുന്ന, നിങ്ങൾ ഒരു പേജിലെത്തുന്ന കുറെ കാണുകൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര ആഗ്രഹത്തിന് സിനിമയിൽ എത്തിയ ആളുകളാണ്. ഇനീഷ്യൽ ഫസ്റ്റ് മീറ്റിങ്ങിന് ഇതേപോലെ എനിക്ക് വളരെ ഓർമ്മയുണ്ട്. അതിൽ തന്നെ എനിക്ക് ഇംപ്രസ്ഡ് ആയി ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ റൂമിൽ കഥ പറയുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി ഞാൻ ഈ കർട്ടൻസ് ഒക്കെ ഒന്ന് മാറ്റിയതാക്കി. അതെ, ഞാൻ ഇത് ആദ്യം എന്താന്ന് വിചാരിച്ചു. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കഥ പറഞ്ഞു തുടങ്ങി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ മൂഡ് എനിക്ക് വളരെ പെട്ടെന്ന് ഇന്നായി അതിലേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എടുക്കുന്ന ഷോർട്ട് ഫിലിം ഒരു അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കഥയിലേക്ക് ഇന്നായി. പിന്നെ ഫസ്റ്റ് അതാ ഇംപ്രസ്ഡ് ആയി, കൊള്ളാലോ ഒരു. പിന്നെ ഓൾറെഡി ഞാൻ ഭയങ്കര ഫാനാണ് ആ ഫസ്റ്റ് പടത്തിന്റെ. അതെ, പിന്നെ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ എന്തിന് ചെയ്യാതിരിക്കണം. കാരണം അധികം ഭയങ്കര വലിയ പടം എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ്. ഒരു കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ ഇതിൽ നിൽക്കുന്ന ഒരു പടം. 8 വയസ്സ് മുതൽ സിനിമ എടുക്കാൻ ആഗ്രഹിച്ച് കിടക്കുന്ന ഒരു പയ്യന്റെ ഒരു 26 വയസ്സ് വരെയുള്ള ഒരു ജേണി. ഇവൻ അതിനിടയിൽ സംഭവിച്ചു പോകുന്ന കഥകളും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. ഞാൻ പടം കണ്ടിട്ടും ഹാപ്പിയാണ്. ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പം നമ്മൾ തണ്ണീർമത്തം നോക്കിക്കഴിഞ്ഞാല് അതിൽ ഡെസ്കിൽ താളം പിടിച്ച്, അതായത് ഭയങ്കര എക്സ്ട്രോവേർട്ട് ലൗഡർ എലമെന്റ് ഉള്ള. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇത് ഞാൻ അങ്ങനെ ഒരു അതിൽ വരുന്നത് അവിടെ നിന്ന് തന്നെ ഒരു ഫൈൻ ട്യൂണിങ് ഫാക്ടർ വരുമല്ലോ. ഇപ്പം ഞാൻ പറയില്ല, ഒരു 10 വർഷം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സ്റ്റാറിനോ ആക്ടർക്കോ അയാൾക്ക് എവിടെയെങ്കിലും ഒരു ലേണിംഗ് പ്രോസസ്സിൽ അയാൾ മുമ്പ് ചെയ്ത ക്യാരക്ടറിനെയൊക്കെ കൂടെ പിടിച്ചിട്ട് ഒരു ക്യാരക്ടറിന് ചെയ്യാൻ പറ്റുമായിരിക്കും. നസ്ലനെ വരുന്ന സമയത്ത് വിനീത് മാധവൻ എന്ന് പറഞ്ഞ പുതിയ ആളാണ്, പുതിയ ക്യാരക്ടർ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ എവിടെയാണ് ഇപ്പം ഓക്കെ ഒരു പുതിയ ക്യാരക്ടർ ചെയ്യുന്നു. നസ്ലന്റെ സിനിമ പ്രൈം ചെറുതാണല്ലോ. പുതിയൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്? ഇത് കൊള്ളാം, ഞാൻ കൊള്ളാം, നമുക്കൊരു ചെറിയ സെൽഫ് മോട്ടിവേഷൻ വേണ്ടി വരുമല്ലോ. അതെന്ത് നസ്ലന്റെ പ്രോസസ് എന്താ? ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു സീൻ ചെയ്ത് കഴിയുമ്പോൾ ചുറ്റുള്ള ആംബിയൻസിൽ നിന്ന് നമുക്ക് കിട്ടും എന്താണ് എന്നുള്ളൊരു. മെയിൻലി ഡയറക്ടറെയും റൈറ്ററിനെയും ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രോസസ്സിൽ. പിന്നെ നമ്മളുടേതായിട്ടുള്ള നമുക്ക് കിട്ടുമ്പോൾ ഇനീഷ്യലി നമുക്ക് കഥ കേൾക്കുമ്പോൾ ആ കഥാപാത്രത്തിനെ പറ്റി നമുക്കുള്ളൊരു ധാരണ ഉണ്ടാവില്ല. ഇതെല്ലാം വെച്ചിട്ടൊരു അതെ, ഇതുവരെ അത് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ നമ്മളിപ്പോഴും സിനിമയിലൂടെ തന്നെ പ്രായം പക്വതയാവുന്ന ഒരു ആക്ടറെ പോലെ നമ്മൾ കാണുക. നമ്മൾ കുഞ്ഞു നസ്ലനെ കണ്ടു, അതിന്റെ കുട്ടിത്തം, കുറുമ്പ്, വികൃതിയൊക്കെ കാണുന്നു, കുറച്ചുകൂടി മെച്ചുവേർഡായി കാണുന്നു. ഞാൻ പറഞ്ഞ ഓരോ സിനിമയും പ്രേക്ഷകരെ സംബന്ധിച്ചോളം നസ്ലന്റെ ഒരു കമ്മിങ് ഏജിലേക്ക് വരുന്ന പോലെയാണ്. പ്രേക്ഷകർ തന്നെ കണ്ട് നസ്ലന് പ്രായമാവുന്നു, നസ്ലൻ യങ് ആവുന്നു. അതായത് ഓഡിയൻസ് തന്നെയാണ് ഈ മറ്റേ ഇയാൾക്ക് ഈ പ്രായം ചെയ്യാം, ഈ ക്യാരക്ടർ ചെയ്യാനുള്ള പ്രായമായി എന്ന് തോന്നുന്ന ഒരു സംഗതിയാണ്. ഞാനും ഈ അടുത്തൊരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടായിരുന്നു, ഗിരീഷ് ഏട്ടന്റെ പടങ്ങളുടെ ഈ തണ്ണീർമത്തൻ, ആയാം കാതലൻ, പ്രേമലു ഇതെല്ലാം വെച്ചിട്ട് ഒരു കമ്മിങ് ഓഫ് സിനിമ സ്കൂൾ കോളേജ് അത് കഴിഞ്ഞിട്ടുള്ള പറയുന്നു. അതിൽ ഞാൻ പറഞ്ഞ ഒരു ലേണിംഗ് അൺലേണിംഗ് എങ്ങനെ. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം വെറുതെ 3 ഡയറക്ടേഴ്സിന്റെ ഇത് പറയുകയാണെങ്കിൽ ഇപ്പം വിനീത് മാധവനെ തന്ന അഭിനവ് നോക്കുകയാണെങ്കിൽ
അമൽ നീരത് നോക്കുകയാണെങ്കിൽ, ജിത്തു വരികയാണ്, ഇവരുടെ ട്രീറ്റ്മെന്റും നസ്ലിൻ അങ്ങോട്ടുള്ളൊരു എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അവരിലേക്ക്? സംഭവിച്ച വലിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്ക സമയത്ത് തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. ഇപ്പൊ മാമുക്ക ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതെ രാജുവേട്ടൻ, ദിലീപേട്ടൻ, ഇതേപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് അവർ തഴക്കവും പഴക്കവും വന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്, അതിലൊക്കെ അറിയാതെ, നമ്മൾ പോലും അറിയാതെ ഒരുപാട് ഇത് ഇങ്ങനെ ഇവരൊക്കെ ഓരോ സീൻ ഹാൻഡിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓരോ അവരുടെ വോയിസ് മോഡുലേഷൻ മാറുന്നതോ നമ്മളുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ മാറുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞോ അറിയാതെ എന്തൊക്കെയോ ലേണിംഗ് പ്രോസസ് ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഈ ഡയറക്ടർമാരുടെ അപ്രോച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഗിരീഷിനെ പോലെ ആയിരിക്കില്ല സീനിനെയും ലൊക്കേഷനെയും ടീമിനെയും ആക്ടറെയും ട്രീറ്റ് ചെയ്യുന്നത് അഭിനവ്. ഈ ആളുകൾ മാറുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പം ഗിരീഷ് ഷെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരീഷ് ഷെഡി അടിമുടി നസ്ലിന് പിടികിട്ടി. അതായത് മറ്റേ ഓടി വന്ന പയ്യൻ മുതൽ മറ്റേ സെറ്റായ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അറിയാം. അപ്പൊ അഭിനവ് എന്ന് വെച്ചാൽ നെരേഷനിൽ നിങ്ങൾക്ക് പിടുത്തുണ്ടാവും, പക്ഷെ അയാളുടെ മേക്കിംഗ് സ്റ്റൈല്, വേ ഓഫ് അപ്രോച്ച് ഒക്കെ ലൊക്കേഷനിൽ എത്തുമ്പോഴാണ് അറിയുന്നത്. അത് അവിടെ ഒരു കംഫർട്ട് സോണും അവിടെ ഒരു റാപ്പോയും സെറ്റ് ആവുണ്ടല്ലോ. അങ്ങനെ ഒരു വൈബ് സെറ്റിംഗ് പരിപാടി എങ്ങനെ നടക്കുന്ന അവിടെ? മോളിവുഡിന്റെ ഒക്കെ കുറച്ച് ഈ സ്ക്രിപ്റ്റിങ്ങിനൊക്കെ കുറച്ച് അധികം സമയം എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പല സമയത്തും നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും മനസ്സിലാവില്ല. ആഫ്റ്റർ ഓൾ ആ ഷൂട്ടിംഗ് സമയത്ത് വന്ന് കഴിയുമ്പോഴാണ് ഒരു ആക്ച്വലി പാവട്ടോ നമുക്കൊരു 5-6 ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ആ സെറ്റിന്റെ ഒരു സ്വഭാവം മനസ്സിലാവുന്നത്. പിന്നെ അതുമായിട്ട് ഇപ്പൊ ഒന്ന് ചെറിയ പ്രായത്തിലേ വന്നതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കാൻ അതിലൊരു വേറൊരു ഗുണമുണ്ടല്ലോ. ഇപ്പം നസ്ലിനെ സംബന്ധിച്ചോളം ഇവരുടെ അടുത്തും ഈ വരുന്ന ഡയറക്ടേഴ്സിന്റെ അടുത്തും ഈ പറഞ്ഞ മറ്റേ ബുദ്ധിയാണ് സാർ ഇവന് മെയിൻ ആ മെമ്മറി അവരുടെ തലയിലും കിടപ്പുണ്ടാവും. അപ്പൊ നസ്ലൻ ഒരു കാര്യം പറയുമ്പോൾ അവര് വളരെ പറഞ്ഞു തരാം മോനെ എന്ന് പറയുന്ന ഒരു ഓപ്പൺനെസ് ചിലപ്പോൾ അവരുടെ സൈഡിൽ നിന്നും ഉണ്ടാവില്ല. നസ്ലനെ ടേക്ക് കെയർ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പാമ്പർ ചെയ്യാൻ കൂടെ നിർത്താൻ അവർക്കൊരു ഇഷ്ടം കൂടുതൽ ഉണ്ടാവില്ല. എനിക്ക് അവരുടെ ഒരു സ്ക്രീനിൽ കണ്ട ഇഷ്ടം എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പിന്നെ ഡയറക്ട് ചെയ്തവർക്ക് അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയി തോന്നിയിട്ടുണ്ട്. അതെ, അമലേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യ സിനിമ മുതലേ കണ്ടിട്ടുണ്ട് എല്ലാ സിനിമകളും. അതൊക്കെ എനിക്ക് ഭയങ്കര വലിയ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളൊത്തിരി ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു വർക്ക് ചെയ്യാനൊക്കെ. ബാച്ചിലർ പാർട്ടിയൊക്കെ തിയേറ്ററിൽ ഇടിച്ചു കുത്തി കണ്ട ആൾക്ക് രസമുള്ളൊരു കൊളാബറേഷൻ ആണല്ലോ. നമ്മളൊരിക്കൽ എനിക്ക് തോന്നുന്ന ബാച്ചിലർ പാർട്ടി ഒരിക്കൽ അല്ലേ ബാച്ചിലർ പാർട്ടി നിങ്ങൾ എന്തായാലും ആ സമയത്തുള്ള കാണുന്ന സമയത്ത് ഒരിക്കൽ പോലും അങ്ങനെ ഒരു കൊളാബറേഷൻ ഒരിക്കലും സിനിമയിൽ വരുമെന്ന് തന്നെ ഞാൻ ആ സമയത്ത് ഇതാക്കിയിട്ടില്ലല്ലോ. ചെറിയ പയ്യനല്ലേ ആ സമയത്തൊക്കെ. അല്ലെങ്കിൽ സിനിമ ഒന്നും ആ സമയത്തും സ്വപ്നം കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ഫസ്റ്റ് സിനിമ തന്നെ റിലീസായി കഴിഞ്ഞ് സക്സസ് ആയി കഴിഞ്ഞപ്പോഴാണ് സിനിമയിലാണ് നമ്മള് അഭിനയം അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്നത്. സിനിമയിൽ വന്ന് ഫസ്റ്റ് സിനിമ 2 സിനിമയൊക്കെ കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത് ഓക്കെ കഴിവുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് പിന്നീടാണ്. ഒരു കാര്യം ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് മുമ്പ് വരെ. ഇപ്പൊ ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഈ പറയുന്ന ദുൽഖർ, ഫഹദ്, നിവിൻ, ടോവി, ഞാൻ പറഞ്ഞ ആ ഒരു ജനറേഷനിൽ കണക്ട് ചെയ്യുന്ന ആക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം പേര് ഒരു IT ജോലിക്ക് പോയി അവിടുന്ന് ക്വിറ്റ് ചെയ്തു ഇങ്ങോട്ട് വരുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് പോയി ക്വിറ്റ് ചെയ്തു വരുന്നു. നസ്ലിനെ സംബന്ധിച്ച് നമ്മൾ ചെറുപ്പത്തിലേ കണ്ടുകൊണ്ട് ഇവനും മറ്റേ സ്കൂളിൽ നിന്ന് ഇറക്കിക്കൊണ്ടെന്നാണ് കോളേജിൽ വന്നാണോ? അതായത് ആളുകൾക്ക് പൂർണ്ണമായിട്ടും നസ്ലിന്റെ പാസ്റ്റ് അറിയില്ല. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂല് ചന്തു സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ട്രാവല്, നിങ്ങൾ കേരളത്തിലേക്ക് ഒന്നിച്ച് കാറിൽ വന്നു, അപ്പോൾ ഒരുപാട് സ്ഥലത്ത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ള. അപ്പൊ നസ്ലൻ എന്ന് പറഞ്ഞാൽ ഒട്ടും സ്ട്രഗിളൊന്നും ഇല്ലാതെ നേരെ കയറി ഒരു ഒറ്റ ടിക്കറ്റ് കയറി വന്ന ആളാണെന്നുള്ളൊരു തോന്നലും ഇവന് വലിയ പാടൊന്നും ബാക്ക് സ്റ്റോറിക്ക് അപ്പുറത്ത് നെസ്ലിനൊരു എഫേർട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നെസ്ലിനെ സംബന്ധിച്ചോളം ഇപ്പം അബി പറയുമ്പോൾ അബി സിനിമയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്ന് എവിടെയോ ഒരു ബയോഗ്രഫിക്കൽ കണക്ട് ഉണ്ട്. ഈ മൊമെന്റ് മുതലാണ് ആഗ്രഹിച്ചത് സിനിമ ഡയറക്ടർ ആവാൻ. അങ്ങനെ അപ്പൊ ഓരോ ആളുകളെ അങ്ങനെ. ഇപ്പൊ നസ്ലിനെ സംബന്ധിച്ചോളം നെസ്ലിനെ എവിടുന്ന് ക്രാക്ക് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ ഇതിൽ കയറി പിടിച്ചേക്കാം? ഞാൻ കോളേജ് ടൈമിലാണ് തണ്ണീർമത്തൻ ചെയ്യുന്നത്. ആ സമയത്ത് ഒരു ഓഡിഷൻ കോൾ കണ്ടിട്ടാണ്
പോകുന്നത്. അതിനു മുമ്പ് പക്ഷെ എന്നാൽ പോലും ആഗ്രഹം കുറച്ച് നേരത്തെ ഒന്നും ഇല്ലാതെ വരില്ലല്ലോ. ഇപ്പൊ ബാച്ചിലർ പാർട്ടി ഈയുടെ സീക്വലിലേക്ക് ഒരു കോൾ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് 100% അറിയാം നസ്ലിനെ എക്സൈറ്റ് ചെയ്തത്. നസ്ലിന് എവിടെയോ ഒരു ഷേപ്പ് ചെയ്ത് വെച്ചൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഈ സ്ക്രീനിൽ എത്തണം, ഈ വന്ന ആളുകളിലൂടെ തന്നെ ഉള്ളിൽ അത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും ഇതാ പറഞ്ഞത്. അതിനു മുമ്പ് വരെ നമുക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഇത് നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണ് സിനിമ എന്നുള്ളതൊന്നും നമുക്ക് ആ സമയത്ത് കാര്യം പരിചയമില്ല. എനിക്ക് തോന്നുന്നു ബഹദൂർ കമൽ സാർ ഉണ്ട് കൊടുങ്ങല്ലൂര്, അല്ലാതെ വേറെ അങ്ങനെ പരിചയത്തിൽ പോലും ആരുമില്ല സിനിമയിൽ വർക്ക് ചെയ്യുന്നതുമായിട്ട്. അഭിനയം പോയിട്ട് മറ്റുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരെ പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ സിനിമകൾ കാണുമായിരുന്നു. ഇപ്പൊ ഈ ഇറങ്ങുന്ന സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലും അത്യാവശ്യം സിനിമകൾ കാണുന്ന കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെ ഒരു ഇഷ്ടം. നിങ്ങൾ ട്വിൻസ് അല്ലേ? അല്ലേ? അതെ അതെ, രണ്ടുപേരും സിനിമ കാണാൻ ഒന്നിച്ച് പോകുന്ന ആളുകളാണ്. ചില ആളുകൾ ഒരാൾ സിനിമയോട് താല്പര്യം, അക്കാഡമിക് താല്പര്യം. എന്നെക്കാളും സിനിമ ഭയങ്കരമായിട്ട് കൂടുതൽ സിനിമകൾ കാണുന്നതെല്ലാം അവനാണ്. അതാ സിനിമ ഇഷ്ടമായിരുന്നു പണ്ട് മുതലേ. അതായത് സിനിമയുടെ ഏതെങ്കിലും കോണിൽ ഞാൻ ഉണ്ടാവുന്ന എവിടെയോ നമ്മളുടെ ഒരു ക്ലാസിന്റെ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ ആക്ടർ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ, ആ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പക്ഷെ അത് ഉറപ്പാണ്, നമുക്ക് അങ്ങനെ ഒരു വഴി കിട്ടുമോ എങ്ങനെയാ നമുക്ക് അതിലേക്കുള്ള എൻട്രി അറിയില്ലല്ലോ എന്നുള്ളൊരു സംഗതി ഉണ്ട്. റൈറ്റ് എൻട്രി കിട്ടാനും അതൊരു എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. ഈ തണ്ണീർമത്തൻ പോലത്തെ അങ്ങനത്തെ ഒരു, ഇപ്പൊ ഈ ജോമോൻ ചേട്ടൻ, ഷമീർക്ക, അവരൊക്കെ അത്യാവശ്യം ഭയങ്കര അടിപൊളി ക്രാഫ്റ്റുള്ള ആൾക്കാരാണ്. അവരുടെ കൂടെ ഒക്കെ ഫസ്റ്റ് തുടങ്ങുക, അങ്ങനെ ഒരു ഫസ്റ്റ് എൻട്രി തന്നെ നല്ലൊരു രീതിയിൽ ലാൻഡ് ചെയ്യാന്നുള്ളത് അതിലും ഉണ്ടല്ലോ. നമ്മുടെ ഇവിടെയുള്ള ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം നിവിനോ, ദുൽഖറോ, ഫഹദോ, അതിനുശേഷം വന്ന ടോവിയോ, ഇവരെല്ലാം നോക്കുന്ന സമയത്ത് ഒരു 35 to 45 റേഞ്ചിലുള്ള ഏജ് ഗ്രൂപ്പിലേക്കുള്ള ക്യാരക്ടറാണ് അവർക്ക് സാധ്യമാകുന്നത്. ഇവിടെ സ്കൂള് മുതൽ മറ്റേ ഞാൻ പറഞ്ഞത് വേറെ ലീഗിലേക്കാണല്ലോ നസ്ലൻ എൻട്രി ചെയ്യുന്നത്, വേറൊരു ലീഗിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നു. എന്നാലും മറ്റേ വിഭീഷന്റെ കുട്ടിക്കാലം അവിടെ ചെയ്യുന്നുണ്ട്, പിന്നെ ഇതിൽ പാച്ചൂല് കണക്ട് ചെയ്ത് അഭിനയിക്കുന്നു. അങ്ങനെ അതായത് 2-3 ഏജ് കാറ്റഗറി ആ സമയത്ത് ക്യാരി ചെയ്യാൻ പറ്റി. പിന്നെ നസ്ലന് മുന്നോട്ട് പോകുന്ന നസ്ലന്റെ ഏജുമായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് ഇപ്പൊ ക്യാരക്ടേഴ്സ് വരുന്നു എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. നസ്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഇപ്പോഴത്തെ സിനാരിയോയിൽ ഈ പറയുന്ന ഡയറക്ടേഴ്സ് ഒരു ഡ്രീം കൊളാബറേഷൻ പോലത്തെ ആളുകൾ വരുന്നുണ്ട്. എന്നാൽ പോലും ഒരു പൊടിക്ക് പ്ലാനിങ്ങും കൂടി കാണില്ല. ഇപ്പോൾ പ്ലാനിങ് ആക്ച്വലി നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന, എക്സൈറ്റിംഗ് ആയതൊന്നും വിടണ്ട, ലേണിംഗ് എങ്ങനെയെങ്കിലും ഒക്കെ അത് ചെയ്യാം എന്നുള്ള ഡേറ്റ് കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോ തന്നെ ആണെങ്കിലും ഇപ്പൊ ഈ അമലേട്ടന്റെ ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അത് ചെയ്യാം എന്നുള്ളത് മാത്രമേ. അതെ, ഒരു ദിവസം ഇവിടെ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. ഇതെല്ലാം നല്ല രീതിയിൽ വരട്ടെ. ഇപ്പൊ മോളിവുഡ് ടൈംസ് പോലത്തെ ഒരു സിനിമ വരുന്ന സമയത്ത് ആദ്യം വന്നത് ഇതിന്റെ ഡാൻസ് സീക്വൻസ് ആണ്. അപ്പം ആളുകൾക്ക് അതും പുതിയതാണ്, നസ്ലൻ ഡാൻസ് ചെയ്യുന്നു. ഇപ്പൊ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെസ്ലൻ ഇനി എന്ത് ചെയ്യുമ്പോഴും പുതിയതായിട്ടാണല്ലോ കാണുന്നത്. നെസ്ലന്റെ ഏജിനെ മാറ്റുന്നൊരു റോൾ ചെയ്താൽ നെസ്ലൻ ഇനി എന്ത് ചെയ്യുമ്പോഴും പുതിയതാണ്. കാരണം വെച്ചാൽ നെസ്ലനെ ഈ പറയുന്ന കുഞ്ഞു നെസ്ലനെ കണ്ടു, ഒരു സ്കൂളിൽ പോകുന്ന നെസ്ലനെ കണ്ടു, കോളേജിൽ പോകുന്ന ഇവർക്ക് മുന്നിലാണ് നെസ്ലൻ ഓൺ സ്ക്രീൻ മറ്റേ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പം നെസ്ലിന്റെ ഓഫ് സ്ക്രീനിനെ കുറിച്ച് ആളുകൾ നേരത്തെ കുട്ടിയായ മുതലേ കണ്ടത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നെസ്ലൻ സിനിമയിലേക്കുള്ള ആഗ്രഹം ചെയ്യുമ്പോഴും ഡാൻസ് ചെയ്യേണ്ടി വരും, ആക്ഷൻസ് ചെയ്യും. ഞാൻ പറയുന്നത് ഈ 4 വർഷത്തിനുള്ളിൽ ഇതെല്ലാം അമലിൻ്റെ അടുത്ത് ആക്ഷൻ ചെയ്യുന്നു, ഇവിടെ ഇപ്പം റൊമാൻസ് സംഗതി ഇതെല്ലാം ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ. അപ്പം ഈ പല ജോണർ സിനിമ എന്ന് പറയുന്ന പോലെ പല വേരിയബിൾ പെർഫോമൻസ് എന്ന് പറയുന്ന സംഗതി കൂടി വരുമല്ലോ. അതിലേക്ക് നമ്മളെ കോൺഫിഡൻസ് സെറ്റ് ചെയ്യുന്നത് ഉറപ്പായും ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ നമ്മൾ സ്പെസിഫിക് ആയി ചോദിക്കാം, ഇതിലൊരു ഡാൻസ് സീക്വൻസ് ഉണ്ട്, ഡാൻസ് സാധനം സെറ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്തൊക്കെ നമ്മൾക്കൊരു ഐ ക്യാൻ ഡു ആ മൈൻഡിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? നമ്മൾ എന്തായാലും ഒരുപാട് പേര് ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് പേര് പ്രതീക്ഷകളും അല്ലെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം അതെത്ര നന്നാക്കാൻ പറ്റുമോ അത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള പിന്നെ അങ്ങനത്തെ ഒരു ചലഞ്ചിങ്
ഇത് വരുമ്പോഴാണല്ലോ നമുക്കും അതെ അതെ ഒന്ന് ഒരു പുതിയ സ്കിൽ ലേൺ ചെയ്ത് അതെ, ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള സാധനം വരുന്നത് അല്ലേ? അതെ, ഇവനെ കൊണ്ട് ഇതും പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെയും ഉണ്ടോ കയ്യിൽ പറ്റുമോ അല്ല. പക്ഷേ കോളേജ് ഇപ്പൊ നസ്ലന്റെ സ്കൂൾ കോളേജ് സമയം എന്ന് പറയുന്ന സമയത്ത് അവിടെ അങ്ങനെ ആക്റ്റീവ് ആയിരുന്നോ? ഇല്ല. ഒരു സ്റ്റേജിലൊക്കെ കയറി ദഫ് കളിച്ചിട്ടുണ്ട് ഈ +1 +2 സമയത്ത്, കലോത്സവം, സ്റ്റേറ്റ്, ജില്ല വരെ പോയിട്ടുണ്ട്. അവിടെ ഇപ്പൊ എന്തായാലും അതിലൊരു സ്റ്റെപ്പും ഈ പറയുന്ന സംഗതി കിടപ്പുണ്ടല്ലോ. പക്ഷെ അതാണ് താളം അതിനകത്ത് ഇതുണ്ടല്ലോ. അതിനു മുമ്പ് ഈ പറയുന്ന ഒരു പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു പരിപാടിയിലും അവൈലബിൾ ആവുന്ന ആളായിരുന്നില്ല? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര മടിയുള്ള ആളായിരുന്നു. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ തന്നെ ഭയങ്കര മറ്റേ മുഖമൊക്കെ ആകെ മാറും ചിലപ്പോ. അപ്പൊ അതിൽ നിന്നെല്ലാം മാറി ഞാൻ തന്നെ മാറ്റി എടുക്കുന്ന തന്നെ. ഇല്ല, പറ്റും, നമ്മള് തന്നെ മോട്ടിവേറ്റ്. അതെ, നമ്മൾ തന്നെ ഉള്ളൂ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ. അപ്പൊ ഇപ്പൊ പ്രേമലു, ലോക്കയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നോക്കി അറിയാം നസ്ലിന്റെ കെമിസ്ട്രി. ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോ ലാൽ സാറിന്റെയോ നിവിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന സിനാരിയോ പറയുമല്ലോ. നസ്ലിനെ സംബന്ധിച്ചാൽ നസ്ലിൻ ചെറിയ സമയത്ത് കൂടിയാണ് അങ്ങനെ നമ്മുടെ ഒരു പയ്യൻ ഭയങ്കര ഒന്ന് റിലേറ്റബിൾ ആണ്, ലവബിൾ സാധനം വരുന്നു. ഇപ്പോഴും നോക്കിയാൽ അറിയാം പ്രേമലു ഫുൾ വേർഷൻ ഒരു 5-6 പ്രാവശ്യം കണ്ട ആളുകൾ തന്നെയാണ് അതിന്റെ ഓരോ ക്ലിപ്പും വരുന്നത്. അപ്പൊ എല്ലാ ദിവസവും കാണുന്ന ആക്ടർ, റിപ്പീറ്റ് വാച്ചിൽ വരുന്ന ആക്ടേഴ്സിൽ ഒരാളായിട്ട് നസ്ലിന്മാരാണ്. ലോക്ക വരുമ്പോഴും അങ്ങനെയാണ്. അവിടെ കെമിസ്ട്രി വർക്ക് ആവുന്നു, അവർക്ക് റിലേറ്റബിൾ ആണ് ഭയങ്കര. ഈ റിലേറ്റബിൾ ഫാക്ടർ എന്ന് പറയുന്ന സാധനം എങ്ങനെ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ചെറുപ്പത്തിൽ അവിടെയൊക്കെ ഒരു ഹ്യൂമറിന്റെ പ്ലേസ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, ഒരു ടൈമിംഗ് ഫാക്ടർ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. ടൈമിങ് ഭയങ്കര സാധ്യമായി ചെയ്യുന്ന ഒരാളായിട്ട് നസ്ലിന്റെ കാര്യത്തിൽ തോന്നുന്നു. അത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ പെർഫോം ചെയ്യുന്നവരുടെയും ആ ഒരു എനർജി കിട്ടിയാൽ മാത്രമേ നമുക്കും അത്രയും എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ പെർഫോമൻസിൽ. ഇപ്പം ചന്തു ആയിക്കോട്ടെ, സംഗീത ആയിക്കോട്ടെ, ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ ടൈമിങ്ങിന്റെ കാര്യത്തിൽ അല്ലാതെ ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുന്ന ടീമുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നോക്കിയിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ. അപ്പോ കൂടെ പെർഫോം ചെയ്യുന്നവരുടെ എനർജിയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോഴും ഇപ്പൊ ഞാൻ പറയില്ലേ, ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് വൻ ഗംഭീര ഒരു സ്റ്റാർ, പലതും സ്റ്റാർസ് പറയാറുണ്ട്, അവർ വലിയ സക്സസ് ആകുമ്പോഴും അവർക്ക് ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവും, വലിയ ഫെയിലിയേഴ്സിന്റെ ഒറ്റപ്പെടലോ. ഫെയിലിയേഴ്സിനുള്ള ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ ഇവരിപ്പോ ഈ സമയത്ത് വിളിക്കാവോ, അവരെ ഇപ്പൊ പറയുന്നത് ശരിയാണോ എന്ന് കണക്ട് ചെയ്യാത്ത ആളുകൾ, ചിലപ്പോ അല്ലാത്ത നിലയ്ക്ക് വിട്ടുപോകുന്ന ആളുകൾ. നിങ്ങൾ സ്റ്റാർ ആവുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ തലേദിവസം മച്ചാനെ നമുക്കിന്ന് കാണണ്ടേ, പോണ്ടേ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ആ കണക്ഷൻസ് വിട്ടിട്ട് ഒരു ഡിറ്റാച്ച്മെന്റ് ആണോ ഇപ്പൊ വേണ്ടത്, അയാളിലേക്ക് കണക്ട് ചെയ്യാവോ എന്ന് പറയുന്ന സാധനമുണ്ട്. അതുപോലെ ചിലപ്പോൾ ആളുകൾ അകലം സൂക്ഷിക്കാം എന്ന് പറയുന്ന സാധനമല്ലോ. അപ്പൊ നസ്ലിൻ എന്ന് പറയുമ്പോൾ നസ്ലിന്റെ ഒരു 26-ാമത്തെ വയസ്സിൽ ഈ പറയുന്ന പഴയ സൗഹൃദങ്ങൾ, പഴയ ആളുകൾ, അതിനെ എൻഗേജ് ചെയ്ത് നിർത്തുന്ന രീതിയിലാണോ നിൽക്കുന്നത്, അതോ നസ്ലിൻ കുറച്ചുകൂടി ആളുകൾ മിസ് ചെയ്ത് പോകുന്നുണ്ടോ? നസ്ലിൻ വേറൊരു ലൊക്കേഷനിൽ, വേറൊരു സ്പേസിൽ, വേറൊരു ടൈം ബാൻഡിലാണല്ലോ? എനിക്ക് പണ്ട് മുതലേ ഉള്ള, ഇപ്പൊ എൻ്റെ 4ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്സ് എല്ലാം ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാം അവരിപ്പോ നാട്ടിലില്ല, അവരെ കിട്ടാനില്ല. ഞാൻ അവൈലബിൾ ആണ്. അതെ, ഞാൻ അവൈലബിൾ ആണ്. ഇപ്പൊ പലരും പല UK അല്ലെങ്കിൽ ഗൾഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പല വഴിക്ക് പോയേക്കാണ്. പക്ഷെ ഇവരെല്ലാം നാട്ടിൽ വരുമ്പോ ഞങ്ങളെല്ലാവരും കാണാറുണ്ട്. അത് മിസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും അത് വിട്ടുകൊടുക്കാറില്ല, അല്ലെങ്കിൽ സമ്മതിക്കാറില്ല. എനിക്കത്, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതോ അന്യഗ്രഹത്തിൽ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് തന്നെ ആയാലും ഞാൻ അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരാളാണ്. ചിലപ്പോ അവർക്ക് അതിലൊരു ഈ സമയത്ത് നസ്ലിൻ അവൈലബിൾ ആണോ, പഴയ പോലെ അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു ഫീല് ഞാൻ പരമാവധി കൊടുക്കാറില്ല. ആ സർക്കിൾ ഇപ്പൊ നസ്ലിനോട് ഓപ്പൺ ആയിട്ട് വെട്ടി തുറന്ന് പഴയതുപോലെ പറയാൻ പറ്റുന്ന, ഓർഗാനിക് ആയി പറയാൻ പറ്റുന്ന ആള് തന്നെയാണ്. ഉറപ്പായിട്ടും. അതെ അതെ. അല്ല, അവർക്കായിരിക്കും അതൊരു ഭയങ്കരമായിട്ട് നമ്മളെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. ചിലപ്പം ഒരു സിനിമയിലൂടെ ഡെവലപ്പ് ചെയ്ത സൗഹൃദമാണെങ്കിലും, സിനിമയിൽ കണക്റ്റഡ് ആയ ആളുകളാണെങ്കിലും എല്ലാവർക്കും പറയാമോ ഓർഗാനിക് ആയിട്ട് എല്ലാം ഈ പറയുന്ന ട്രാൻസ്പെറന്റ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ
നെഗറ്റീവ് ആവോ എന്ന് പറയുന്നത്. അവർക്ക് ഇപ്പോഴും ഞാൻ നസ്ലിൻ മറ്റേ ഇവിടെ കൊടുങ്ങല്ലൂരുള്ള അവരുടെ കൂടെ പഠിച്ച നസ്ലിൻ തന്നെയാണ്. അല്ലാതെ പക്ഷെ അവർക്ക് വേറെ രീതിയിൽ ഭയങ്കര മറ്റുള്ളവർ ഇത് ഇങ്ങനൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴായിരിക്കുള്ളൂ ഓ ഇവൻ സിനിമയിലെ ഓക്കെ എന്നുള്ളത് അവർക്ക് അപ്പോഴായിരിക്കുള്ളൂ കിട്ടുന്നത്. ഞാനത് കണക്ട് ചെയ്യുന്ന ഞാൻ നസ്ലിനെ കാണുന്ന സമയത്ത് നസ്ലൻ കൂട്ടുകാരനെ നമ്മൾ കണ്ട സമയത്ത് നസ്ലിന്റെ കൂട്ടുകാരനെ കൂടി എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോവായിരുന്നു. നസ്ലിൻ ഡ്രൈവ് ചെയ്ത് വന്ന് അല്ലെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട് അവനെ പിക്ക് ചെയ്യണം സാധനം കൈൻഡ് ഓഫ് നസ്ലൻ അവിടെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ഈ ആളുകളെ വിട്ടുപോകാതിരിക്കാനും കണക്റ്റഡ് ആയിരിക്കാനും. അതൊക്കെയാണല്ലോ നമ്മള് ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തുന്നത്. ഈ മാസം ബിസിയാണ് സംഗതിയിൽ നിൽക്കില്ല. ഈ പടം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നേരത്തെ ചെയ്ത ജോണറിലുള്ള ഒരു പടമല്ല, എന്നാൽ സിനിമയാണ്. ഇപ്പൊ ആളുകൾ അറിയല്ലോ സിനിമയ്ക്കുള്ളിലെ സിനിമ അല്ലെങ്കിൽ സിനിമ കണക്ട് ചെയ്യുന്ന സാധനം ഭയങ്കര ഒരു ടഫ് ജോണറാണെന്ന് പറയും. അങ്ങനെ അത്ര എളുപ്പമല്ല അതിനെ ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ളത്. എന്നാൽ അവിടെ ഭയങ്കര ഓവർ ദ ടോപ്പും പരിപാടിയായിട്ടായിരിക്കില്ല അത് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പടത്തിന്റെ ശരിക്കും ഒരു ഫൈനൽ വേർഷൻ മ്യൂസിക്കും സംഗതിയൊക്കെ ഉള്ള തിയേറ്ററിൽ ഞങ്ങളൊക്കെ കാണാൻ പോകുന്ന വേർഷൻ എനിക്കൊന്നും നസ്ലിനും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഈ സിനിമയോടുള്ള ഒരു പേഴ്സണൽ ഇഷ്ടം എന്താ? ഇപ്പൊ നമ്മൾ ഇതുവരെ കണ്ട വേർഷൻ വെച്ചിട്ട് ഇതിന്റെ ഒരു നെറേറ്റീവ് സ്റ്റൈല് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും. ലൈക്ക് മൂന്നിനുണ്ണി പോലെ തന്നെ ഇതൊരു പുതിയ സിനിമയായിരിക്കും. അത് ഞാൻ എങ്ങനെ ആൾക്കാർ അതിനെ സ്വീകരിക്കും എന്നുള്ളത് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ അതുപോലെ ഇത് അത്ര വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ പടമാണ്. ഈ പറഞ്ഞ പോലെ ഈ സിനിമ എടുക്കാൻ നടക്കുന്ന ഒരാളുടെ സ്ട്രഗിളും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ ക്യാരക്ടർ എല്ലാം പുതിയതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും. അതെ, എനിക്ക് പരിചയവും ഇല്ല. അപ്പോ ഞാൻ പിന്നെ പരിചയപ്പെട്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇങ്ങനെ അടുത്ത വിനീതിന് തോന്നിയ സംശയം ഇതിലെ വിനീതിന് തോന്നുന്നുണ്ട് അല്ലേ? അതെ 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 അതെ. ഓ ഇതും വിനീത് മാധവൻ. ഇതെല്ലാം എക്സൈറ്റ് ചെയ്യിച്ച കാര്യങ്ങള്. പിന്നെ എനിക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് വളരെ ഭയങ്കര ലോക്ക്ഡ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി അവർ കുറച്ചധികം സമയം ഇരുന്നിട്ടുണ്ട് സ്ക്രിപ്റ്റില്. ഒരു ഏകദേശം 2 വർഷം 3 വർഷത്തോളത്തെ 2.5 വർഷത്തോളത്തെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അതിന്റെ ഒരു ആ ക്യാരക്ടറിന്റെ ഒരു ആർക്കാണെങ്കിലും മൊത്തം സിനിമയുടെ ടോട്ടാലിറ്റി അത് എനിക്ക് ആ സമയത്ത് കേട്ട സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ പ്രൊജക്റ്റുകളിലൊന്നും അത്രയും എന്താ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ സ്ക്രിപ്റ്റ് കേൾക്കാൻ പറയുമ്പോൾ സ്ക്രിപ്റ്റ് നെറേറ്റ് ചെയ്യും ആളുകൾ, വായിക്കാൻ തരും ആളുകൾ. പിന്നെ ഈ പറയുന്ന വിത്ത് ആംബിയൻസ് മ്യൂസിക് അങ്ങനെ പല തരത്തിലല്ല AI വിഷ്വൽ കാണിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഞാൻ പറയുന്നത് അത് വലിയ സമയമെടുക്കുന്ന പ്രോസസ്സായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണത് ഇതിന്റെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇതേപോലെ ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നു, ബൗണ്ടഡ് ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇതേപോലെ എനിക്ക് അതിന്റെ ഒരു വേഗമായിട്ടുള്ള ഒരു ഐഡിയ ഇങ്ങനെയെല്ലാമാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി. പിന്നെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു വന്നപ്പോൾ അതൊരു ഈ പറഞ്ഞ പോലെ റീഡിങ് സെഷൻ ആയിരുന്നു. ഞാനും ആഷിക്കയും അഭിചേട്ടൻ രാമുചേട്ടൻ ഇവരെല്ലാം കൂടി ഇരുന്ന് അത് ഫസ്റ്റ് സീൻ മുതൽ ക്ലൈമാക്സ് വരെ റീഡ് ചെയ്ത് ഇതെല്ലാം സംഭവിക്കുന്ന ഒരു 1.5 വർഷം ഗ്യാപ്പ് ഉണ്ട്. ഇനീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ റീഡിങ്ങിനിടയിൽ ഒരു 1.5 വർഷം ഗ്യാപ്പ് ഉണ്ട്. ഇതിനെല്ലാം ഇടയിൽ ഇതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം അറിയിക്കുന്ന അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയും ഈ സിനിമയെ പറ്റി പറയും, അതിന്റെ അപ്ഡേറ്റ്സ് അറിയിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇനീഷ്യൽ ഇതിൽ നിന്ന് ഭയങ്കര റിഫൈൻഡ് ആയിട്ടാണ് ലാസ്റ്റ് വേർഷൻ വന്നത്. ചിലപ്പോൾ ഷൂട്ടിനടക്കം അത് അതിന്റെ ഒരു പ്രോഗ്രഷൻ ഉണ്ടാവും. ഉറപ്പായിട്ടും ഷൂട്ട് ഇപ്പൊ പോസ്റ്റിലാണെങ്കിലും ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആ റീഡ് ചെയ്ത സമയത്തുള്ള പടമല്ല ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല മാറ്റം, ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ല സംഭവിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് മെച്ചപ്പെടൽ. ഇപ്പൊ ഈ നെസ്ല ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചത് പ്രേമലുവിന് ശേഷമാണ്. പക്ഷെ നെസ്ല ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഗിരീഷിനെയാണ്, നിങ്ങളുടെ കൊളാബറേഷൻ ആണ്. അപ്പൊ അതില്
അയാം കാതലൻ ഒരു OTT-ക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് തിയേറ്ററിലെത്തിയതാണ്. പക്ഷെ എന്നാൽ പോലും അതിലൊരു അണ്ടർ റേറ്റഡ് ഇതുപോലെ ആണ് ഈ വിഷ്ണു എന്ന് പറയുന്ന സംഗതിയാണ്. നസ്ലൻ്റെ അതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു റോൾ കൂടിയായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പം തിയേറ്ററിക്കൽ അല്ലാതെ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ഡിസൈനിലല്ലാത്ത സിനിമ വരുമ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആ സമയത്ത് സെലക്ട് ചെയ്യാന്നുള്ളത് അതൊരു ഡയറക്ടറുടെ അടുത്ത് ട്രസ്റ്റ് ആയിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ക്യാരക്ടറിൻ്റെ സാധനം എന്താ? ഇപ്പം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇത് കുറച്ചുകൂടി പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ക്യാരക്ടറാണത്. അതെ അതെ, എന്ന് ഇനിയും ഡിസ്കസ് ചെയ്യാൻ എനിക്കും ഒത്തിരി ആഫ്റ്റർ OTT-യിൽ വന്നതിന് ശേഷം ഒത്തിരി അതിന് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നേരിട്ടാണെങ്കിലും ആൾക്കാർ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ആ പടം നല്ലായിരുന്നു എന്നുള്ളത്. അപ്പം ഞങ്ങളുടെയും ഇനീഷ്യൽ പ്ലാൻ ഒരു OTT പടം ആയിരുന്നു. അതങ്ങനെ സംഭവിച്ചതാണ്. ആ സമയത്ത് അങ്ങനത്തെ ഒരു വളരെ ചെറിയൊരു പടം പിന്നെ ഈ OTT-യിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കണ്ടന്റും അത് റിലേറ്റഡ് ആണല്ലോ. അതെ, ഒരു കോവിഡിനോട് കണക്ട് ചെയ്ത് കുറച്ചുകൂടി ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരുന്നു. അതെ, പിന്നെ ഗിരീഷ് ഏട്ടനോടുള്ള ട്രസ്റ്റും എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ഒരു ലീഡ് പടമായിട്ട് ഞാൻ കമ്മിറ്റ് അതിനുശേഷമാണ് 18+ ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷമാണ് വരുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അസല, ഇപ്പം ഈ പ്രേമലു ഒക്കെ നമ്മൾ പറയില്ലേ, ചില ഇപ്പം നമ്മൾ ഏത് ആക്ടറുടെ ഒരു 10 പടങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ആക്ടറുടെ ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നെസ്ലൻ മൊമെന്റ് എന്ന് പറയാവുന്ന, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ബുദ്ധിയാണ് സാറേ ഇവൻ്റെ മെയിൻ എന്ന് പറയുന്ന സിനാരി ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കടയിലെ സീൻ, തണ്ണീർമത്തൻ്റെ നിങ്ങളുടെ സംസാരമൊക്കെ ആണെങ്കിൽ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഇപ്പം പെട്ടെന്ന് നെസ്ലൻ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഒരു 5 വർഷമായിട്ട് നെസ്ലനെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു 10 സിനിമ വരുമല്ലോ. ഇതിൽ പ്രേമലു നോക്കിക്കഴിഞ്ഞാൽ പ്രേമലു ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുമെങ്കിലും പ്രേമലുവിലെ ബ്രേക്കപ്പ് സീൻ ഭയങ്കര ക്രൂഷ്യലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ആക്ടറെ ടെസ്റ്റ് ചെയ്യുക കൂടി ചെയ്യാണല്ലോ, അതിൽ അയാളുടെ ഒരു ഇമോഷൻ സാധനം. ഇപ്പം എപ്പോഴും ആളുകൾ പറയും ഒരു ക്യാമറയിൽ ക്ലോസപ്പിൽ കരച്ചിൽ വരുമ്പം അയാൾ എങ്ങനെ അതിനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യലാണെന്നുള്ളത്. അത് ശരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു BGDയോ ബാക്കിയൊന്നും സപ്പോർട്ടിലല്ല, അവിടെ ഒരു സൈലൻസ് ഉണ്ട്, അവിടെ നിന്ന് പെട്ടെന്നാണ് സംഗതി കയറി വരുന്നത് എന്നുള്ളതാണ്. ഇപ്പം നസ്ലൻ എങ്ങനെയാണ് അത് അങ്ങനെ ഒരു മൊമെൻ്റ് ഒക്കെ വരുമ്പോൾ പ്ലേസ് ചെയ്യുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എത്ര ഡയറക്ടർ ബ്രീഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ആ ഒരു സീനിലേക്ക് എത്തിപ്പെടണമല്ലോ. അങ്ങനെ എന്താ ചെയ്തെടുക്കുക അങ്ങനെ ഒരു സാധനം വരും? എല്ലാവരും ചെയ്യുന്നൊക്കെ പോലെ തന്നെ കുറച്ചു നേരം ഒരു നമ്മള് തന്നെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ പഠിച്ചത് പറഞ്ഞോ, കോമ്പറ്റീഷൻ ടൈറ്റ് ആണ്. അപ്പൊ ഒന്നുമില്ല, പറഞ്ഞോ ഇത് ഗിരീഷ് ഏട്ടൻ ഓൾറെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ എന്ന് പറയുന്നവൻ വാവിട്ട് കരയും എന്ന് നമുക്കറിയാം, ഓൾറെഡി അറിയാം. അവൻ എന്താണ് അവിടെ പോയിട്ട് തുടങ്ങുമ്പോ തന്നെ പറയുന്നുണ്ടല്ലോ അതില്. അതായത് മറ്റേത് പോയിട്ടോ റീനു അവള് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതില് തുടങ്ങി പിന്നെ കട്ട് കാണിക്കുന്നത് വാവിട്ട് കരയുന്ന. അപ്പം ഗിരീഷ് ഏട്ടന് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇത് അവൻ കരയാണ്, ലിറ്ററലി മറ്റേ ഏങ്ങിക്കരയുക എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ആക്ച്വലി പെട്ടെന്ന് ഷൂട്ട് ചെയ്തതുമാണ് നമ്മള്. അങ്ങനെ ഒരു സമയമോ അല്ലെങ്കിൽ ലൈറ്റിംഗ് സെറ്റ് ചെയ്യുന്ന ഒരു സമയം മാത്രമേ അതിന് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനത്തെ ഒക്കെ അല്ലെങ്കിൽ ഇന്റൻസ് കുറച്ചും കൂടി നമ്മൾ ആലോചിക്കേണ്ട സമയം. ഞാൻ ചെയ്യുന്നത് ഒരു സ്പേസിലേക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്പേസിലേക്ക് മാറി അതിനെപ്പറ്റി തന്നെ ആലോചിച്ചിരിക്കുക. നമ്മള് ആക്ച്വലി ആ സീനോടിൽ തന്നെ അല്ലെങ്കിൽ ചില ആളുകൾ പറയും അതിന് നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ റിലേറ്റഡ് ആവുന്ന മൊമെന്റോ എന്തെങ്കിലും ആലോചിച്ച് എനിക്ക് കരച്ചിൽ വരൂല, അല്ലെങ്കിൽ കരച്ചിൽ അല്ലെങ്കിൽ എനിക്ക് അത് എങ്ങനെ എനിക്ക് കൂടുതലും സംഭവിക്കുന്നത് ആ മൊമെന്റിൽ വരുന്നതാണ്. അതിനല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ആലോചനകൾ നമ്മളുടെ ഉള്ളിലുണ്ടാവും എപ്പോഴും. എന്തായിരിക്കും മാനസികാവസ്ഥ എന്നുള്ളത് എനിക്കെപ്പോഴും സംഭവിച്ചിട്ടുള്ളത് ആ ഒരു ആക്ഷൻ സമയത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. കൈവിട്ടം കളിച്ചേക്കാം. അതെ അതെ. പിന്നെ അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ട്വീക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതില് അത്ര അങ്ങ് പോണ്ട പറയാൻ ആൾക്കാരുണ്ട്. ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. ഇപ്പൊ ലോക്കയിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, ലോക്കയിലും ഈ ക്യാരക്ടർ ഭയങ്കര ഒരു
പ്രോഗ്രഷൻ ഉണ്ട്. ഒരു പാസീവ് മോഡിൽ വന്നാണ് കയറി പോകുന്നത്. അപ്പൊ അതിൽ ഞാൻ ഒരു എൻട്രി പോയിന്റ് മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നെസ്ലന്റെ റിലേറ്റബിലിറ്റി നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഈ പിന്നെ ബോധം കെട്ട് വീഴുന്ന സീനാണെങ്കിലും ഓഡിയൻസ് പെർസ്പെക്റ്റീവ് അതാണല്ലോ, ഓഡിയൻസ് ആയിട്ട് ബാക്കിയെല്ലാം മനുഷ്യന്മാരല്ലല്ലോ. ഒരു ഇത് ബ്ലഡ് ബാഗ് എറിഞ്ഞു കൊടുക്കുന്ന സീനാണെങ്കിലും ഞാൻ അതിന്റെ എലവേഷൻ പോയിന്റിൽ ഏറ്റവും ക്രൂഷ്യൽ റിയാക്ഷൻ ആണ് അത്. ഓഡിയൻസിന് തോന്നേണ്ട എല്ലാ റിയാക്ഷനും ആദ്യം റിയാക്ട് ചെയ്യുന്നത് നെസ്ലന്റെ ക്യാരക്ടറാണ്. അത് നെസ്ലന്റെ റിയാക്ഷൻ ആണ് സെയിം റിയാക്ഷനിലേക്ക് ഓഡിയൻസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു കൈൻഡ് ഓഫ് ഒരു കോംപ്ലിക്കേഷൻ ഉള്ള പെർഫോമൻസ് കൂടി വേണമല്ലോ അവിടെ. അത് ഈസി കൺവിൻസ് ചെയ്യാൻ ആളുകൾക്ക് ഈസിയാണെന്ന് തോന്നാൻ നെസ്ലൻ അത് വലിയ പരിപാടിയില്ല. പക്ഷെ ഇപ്പുറത്ത് നോക്കുവാണെങ്കിൽ അത് കുറച്ച് ടഫ് പരിപാടിയായിരുന്നല്ലേ ചെയ്തു കഴിഞ്ഞപ്പോ. അതെ, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ അല്ലെങ്കിൽ വളരെ ഇപ്പം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു നാച്ചുറൽ തോന്നില്ല എന്നുള്ളത്. അങ്ങനെ അഭിനയിക്കാനാണ് ഏറ്റവും. അതെ അതെ, നമുക്കറിയാലോ ഇത് തൊട്ട് മുമ്പ് വരെ ഷോട്ടിന് മുമ്പ് വരെ ചിലപ്പോ ഇതിലേക്കൂടെ ഒക്കെ ലൈറ്റ് ഒക്കെ പാസ് ചെയ്യുന്നത് റെഡി 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 ഇതിന്റെ ഇടയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അഭിനയം എന്ന് തോന്നാതെ അഭിനയിക്കാനാണ് പാടെന്ന് തോന്നുന്നു. പക്ഷെ എങ്ങനെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ സിനാരിയോ ഉണ്ടല്ലോ, നിങ്ങൾ വളരെ കൂളായിട്ട് അപ്പുറത്തിരിക്കുകയായിരിക്കും, ഇത് ചെയ്യുമായിരിക്കും. പക്ഷെ ഞാനതാ പറഞ്ഞു, ഇപ്പം ലോകയുടെ കാര്യത്തിൽ ഒരു ഓഡിയൻസിന് തോന്നേണ്ട പേടി, സ്കേറി ആയി നിൽക്കണം, അല്ലെങ്കിൽ ഷോക്കഡായി നിൽക്കണം, അല്ലെങ്കിൽ ബോധം കെട്ട് വീഴുന്ന സീൻ എന്ന് വെച്ചാൽ അവിടെ ഓവർ ദ ടോപ്പ് ആവാനേ പാടില്ലല്ലോ. അതൊരു ഓവർ ആക്ഷൻ ഒന്നും ആവാതെ, ഓവർ റിയാക്ഷൻ ആവാതെ സംഗതി ഉണ്ടല്ലോ. അപ്പൊ നെസ്ലിനിൽ എടുക്കുന്ന റെഫറൻസ് എന്താ? നെസ്ലന്റെ റെഫറൻസിൽ എടുക്കാൻ പറ്റുള്ളൂ. വേറെ അയാള് വീണ പോലെ വീഴാമോ? ഒരു ആനിമേറ്റഡ് കാരിക്കേച്ചർ സാധനം പിടിക്കാൻ പറ്റില്ലല്ലോ അവിടെ. ഇതാ പറഞ്ഞത്, നമ്മളുടെ ഉള്ളിൽ ഒരു പോയിന്റ് ഉണ്ടാവും, ഇതിന്റെ ഒരു മീറ്റർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് നമ്മൾ ഡെലിവർ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആണെങ്കിൽ അവര് പറയും ഓക്കേടാ എന്നുള്ളതിൽ അവര് സാറ്റിസ്ഫൈങ് ആയിരിക്കും. അല്ലെങ്കിൽ അവര് ഈ പറഞ്ഞ പോലെ അതിന്റെ മീറ്റർ കുറയ്ക്കാൻ അവര് ഉണ്ട്. ഇപ്പൊ അരുൺ ചേട്ടനാണെങ്കിലും ഡൊമിനിക് ചേട്ടനാണെങ്കിലും ഈ ബോധം കെട്ട് വീഴുന്നൊക്കെ പുള്ളി പറഞ്ഞ ഒന്നുമില്ല, ജസ്റ്റ് ബോധം കെട്ട് വീഴ, കൂടുതൽ പരിപാടികൾ ബോധം കെട്ട് വീട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോട്ടും ഭയങ്കര രസമാണ്, വൈഡ് മറ്റേ നേരെ ഇങ്ങനെ വീഴുന്ന പോലെ. അതിന്റെ കൊറിയോഗ്രാഫി ഭയങ്കര രസമുള്ള രീതിയിലേക്ക് അത് പ്ലേസ് ചെയ്തിട്ടെടുത്തിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ ബാക്ക് ടു മോളിവുഡ് ടൈംസിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പം മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ. അപ്പം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ ചെറിയ പ്രായത്തിൽ നിന്ന് അയാളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ആ ആഗ്രഹം സാധിക്കുമോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിനീത് മാധവന്റെ ജേണി ആയിട്ടാണ് കാണിക്കുന്നത്. ഈ എന്തായാലും അഭിനവിന്റെ ബയോഗ്രഫിക്കൽ അതിന്റെ ട്രേറ്റ്സ് സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്. നെസ്ലിനിലേക്ക് അങ്ങനെ ഒരു റിലേറ്റബിൾ കണക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നോ? നെസ്ലിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ വിനീതിനെ? വിനീത് കടന്നു പോകുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മളിലോ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരിലോ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്ക് അറിയാം ഇങ്ങനത്തെ ഒക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ സംഭവിച്ചിട്ടുള്ളതാണ്. നമുക്ക് പരിചയമുള്ള ഒത്തിരി അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന ആൾക്കാർക്കും സംഭവിച്ചിട്ടുള്ള പല സിറ്റുവേഷനിൽ കൂടിയും നമുക്ക് ഇപ്പോൾ ഈ സീൻ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ചെയ്തു കഴിയുമ്പോഴോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഇതുണ്ട്. നെസ്ലനെ സംബന്ധിച്ചിടത്തോളം നെസ്ലൻ കരിയറിലെ സിനിമ ആദ്യം തുടങ്ങി, ഇപ്പോൾ മോളിവുഡ് ടൈംസ് റിലീസ് ചെയ്യാനിരിക്കുന്നു. ഇപ്പുറത്ത് ജിത്തുവിൻ്റെ പടവും അമൽ നീരദ് പടവും പാരലലി പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്ക് ഒരു അടുത്ത പടം അല്ല, അടുത്തൊരു 10 വർഷത്തിന് ശേഷം നെസ്ലിന്റെ ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരിക്കും? അപ്പം നമ്മൾ 10 വർഷത്തിന് ശേഷം ഇതേപടി ഇരിക്കാൻ സാധിക്കുമെങ്കിൽ എന്തായിരിക്കും? നെസ്ലൻ സാധിക്കട്ടെ, ഉറപ്പായി. അല്ല, ഞാൻ എന്റെ കാര്യം എനിക്ക് നെസ്ലന്റെ കാര്യത്തിൽ തർക്കമില്ല. ഇല്ല, ഇത് ഇപ്പോഴുള്ള അങ്ങനെ പറഞ്ഞോ പറഞ്ഞു ഉള്ളു തുറന്നു. ഈ ഇപ്പോഴുള്ള എന്തായാലും ഈ ഗ്രാഫ് എന്തായാലും താഴെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനേക്കാൾ ഒരു പടി മുകളിലോ അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഹാപ്പിയാണ് ഇപ്പൊ പോകുന്ന കരിയറിൽ. ഭാവിയിൽ നല്ല പടങ്ങളാണ്, ഓഡിയൻസ് ഹാപ്പിയാണ്, ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്യണം അല്ലേ? രണ്ടുപേരും ഹാപ്പി ആവുന്ന, ഒരാള്
താഴേക്കും അതെ. ഒരാൾ മേളിലേക്കും കയറി പിന്നെ പോവാതെ. ഇത്രയും സമയത്തിനുള്ളിൽ ആസ് എൻ ആക്ടറും എനിക്കും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ പുൾ ഓഫ് ചെയ്യണം എന്നുണ്ട്. അതെല്ലാം സംഭവിക്കട്ടെ, വരട്ടെ. രസമുള്ള കാര്യം എന്താ അറിയാം, ഞാൻ പറഞ്ഞത് ഒരു പാതി തമാശയുടെ അല്ലാതെ നോക്കുവാണ് നെസ്ലന്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരാ പുതുതായിട്ട് കയറിയിരുന്നത്. അപ്പോൾ ഇപ്പൊ ബാക്കി ഇപ്പൊ എവിടെയും ഇല്ലാത്തൊരു പ്രശ്നം എവിടെയാണെന്ന് അറിയാം. ഇപ്പം ഒരു പുതിയ സന്ദീപ് വന്നാലോ അല്ലെങ്കിൽ ആഷിർ വന്നാലോ ടൊവിയോടോ നിവിനോടോ ദുൽഖറിനോടോ ഇപ്പം ഒരു ചാലഞ്ച്, അവരോടൊരു ചാലഞ്ച് മീൻസ് ഒരു സോഷ്യൽ മീഡിയ വേറെ എവിടെയും വരില്ല. ഇപ്പം സന്ദീപ് വരുന്നപ്പോ നസ്ലനെ മോനെ നിനക്ക് അതുപോലെ വാഴ വരുമ്പോഴാണെങ്കിലും ആശ്ര വന്ന ഈ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജ് ഗ്രൂപ്പിൽ മാത്രമുള്ള ആക്ടറിലേക്ക് അത് നേരെ കയറി വരുന്നത്. ബാക്കി അവരെ സംബന്ധിച്ചുള്ള അവരിലേക്ക് അത് എത്തുന്നുമില്ല. നമ്മൾ സൈക്കിൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഏജ് ഗ്രൂപ്പ് കണക്റ്റഡ് ആയിട്ട് കൂടിയാണ്. അതായത് ഇത് 10 വയസ്സ് കൂടുമ്പോഴേക്ക് നാളെ ഈ ബാലയ സന്ദീപിനോ അല്ലെങ്കിൽ ആഷിറിനോ ഇട്ട് കൊടുക്കും. പക്ഷെ ഞാൻ പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തൊരു കൈൻഡ് ഓഫ് ഹേറ്റഡ് അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പുറത്തെ രസമുള്ള ഒരു സാധനമാണ്. ആളുകൾ തന്നെ ഇവരെല്ലാം കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു പടം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അതെ അതെ, അത് സംഭവിക്കുകയും ചെയ്യും. കാരണം ഞങ്ങളെല്ലാം വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. ഒറ്റ ജിമ്മിലോ ഒറ്റ കോളേജിലോ. അതെ അതെ. ഇപ്പൊ ഈ ഹാഷിറിനൊക്കെ ഞാൻ സിനിമയിൽ പുള്ളി അഭിനയിക്കുന്ന റീൽസ് ഒക്കെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഈ വാഴ കണ്ടിട്ടാണെങ്കിൽ ഞാൻ അവരെല്ലാവരെയും മെസ്സേജ് അയക്കാൻ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞങ്ങൾക്കിടയിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഇവരറിയുന്നില്ല. ഇവർക്ക് തോന്നുന്ന എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരൊന്നും ഇല്ല. ഇതാണ് ഈ അതായത് നസ്ലിന്റെ ഏജ് കൂടിയാണല്ലോ ഇപ്പൊ വരുന്നു ഈ സ്പേസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനിയിപ്പം ബാക്കിയുള്ളവരെ സംബന്ധിച്ചാൽ ഇത് ഓൾറെഡി കേട്ട് കഴിഞ്ഞതാ. ഈ പറഞ്ഞ ബാക്കിയുള്ള ആക്ടേഴ്സൊക്കെ ആ ജനറേഷൻ അത് രാജു കേട്ടിട്ടുണ്ടാവും. അതിനുശേഷം നിവിനോ ടൊവിനോ ഒക്കെ ആ സമയത്ത് ഇത് കേട്ട് നീ തീർന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിലാണെങ്കിൽ ഓർമ്മയുണ്ട്, പുള്ളി ചെയ്യുന്ന പടങ്ങൾക്ക് ഈ സ്ഥിരം പുള്ളിനെ വിളിച്ചേർന്ന പേരൊക്കെ ഉണ്ടല്ലോ, കളിയാക്കി ഒരേ ടൈപ്പ് ഓഫ് ഇത് ചെയ്തത്. അതെ, പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്, അത് വേണം ആൾക്കാർക്ക്. അപ്പൊ അതേപോലെ സർവ്വമായയില് നമ്മൾ അങ്ങനത്തെ ഒരു നിവിൻ ചേട്ടനെ കണ്ടപ്പോ അത് വലിയൊരു അല്ല, എനിക്ക് അങ്ങനെ ഒരു അത്രയും എന്റർടൈനർ വാല്യൂലേക്ക് ഒരാൾ പ്ലേസ് ചെയ്യപ്പെടുന്നു. എല്ലാവരും എല്ലാ ലെയറിലുള്ള ആളുകളും ഹാപ്പി ആവുന്നു എന്ന് പറയുന്ന സാധനം അത് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കൈൻഡ് ഓഫ് ആളുകൾ കരുതുന്നത് ഏറ്റവും സേഫ് സോണാണ് ഇവർ ചെയ്യുന്നത്. ഈ സോണിൽ കയറി പറ്റുക എന്നുള്ളത് പാടാണെന്നുള്ളത് സംഗതി. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ നേരത്തെക്കാളും ഓഡിയൻസ് പിന്നെ പല ഏജ് ഗ്രൂപ്പുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ എത്തുന്ന സമയത്ത് തിയേറ്ററിനെ എന്റർടൈൻ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആവുന്നുണ്ടല്ലോ. കാരണം ഒരാൾ ഫോണിൽ നിന്ന് ഇത്രയും കണ്ടന്റ് കാണുന്നുണ്ട്. അതായത് സർവത്ര ഇപ്പൊ ചിരി ഹ്യൂമർ ആണെങ്കിൽ ഒരുപാട് ഹ്യൂമർ ഇപ്പൊ കൂടി വന്നിട്ട് മനുഷ്യരുടെ അല്ലാത്ത പണിയെടുത്തിട്ടും അവിടെ ഒരു സാധനം ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പം ഞാൻ നെസ്ലന്റെ ഒരു കോർ ഇത് നോക്കി കഴിഞ്ഞാൽ ഈ ഹ്യൂമറിലൊരു ടൈമിങ് അത് അസാധ്യ ടൈമിങ്. നെസ്ലന്റെ ഏജ് ഗ്രൂപ്പിൽ നെസ്ലൻ അത് കൊണ്ടുവന്നിട്ടുള്ളത് ഭയങ്കര ഫിനോമിനൽ പരിപാടിയാണ്. ഒരു ഹ്യൂമറിൽ ചെയ്യുന്നത്. ഈ ഒരു സംഗതി ചിലപ്പോൾ നെസ്ലിന് കുറച്ച് ഹ്യൂമർ ഇതിൽ നിന്ന് അങ്ങ് സ്വിച്ച് ചെയ്യണമെന്നോ, ഈ ഒരു ഇതിന്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് സോൺ ആണല്ലോ. എല്ലാ ആളുകളും സ്ട്രോങ് സോൺ എന്നുള്ളത് പുറമേ ആളുകൾ സേഫ് സോൺ എന്ന് പറയും. പക്ഷെ നമ്മൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അത് സ്ട്രോങ് സോൺ ആയിട്ടാണ് പറയാ. തിരിച്ച് സിനിമയിൽ വരുമ്പോൾ അത് സേഫ് സോൺ എന്നാണ് പറയാ എന്നുള്ളത്. എന്ത് ചെയ്യുമ്പോഴും ഇപ്പൊ നിവിന്റെ കാര്യത്തിൽ അത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നെസ്ലൻ അങ്ങനെ സമയത്ത് നെസ്ലൻ അതിലൊരു ആ സ്ട്രോങ് സോൺ കൂടി കൊണ്ടുപോകുന്ന രീതി തന്നെയാണ് എപ്പോഴും ആലോചിക്കുന്നത്. ഒരു എന്റർടൈനർ എലമെന്റ് എപ്പോഴും നിർത്തണം. അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയേക്കാം വേറെ ഏതൊരു സാധനം. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം ആക്ഷൻ എന്ന് പറയുന്ന സാധനം ഇപ്പം സൂര്യപ്പടാണെങ്കിലും അമൽപ്പടാണെങ്കിലും ആ എലമെന്റ് ഉണ്ട്. ജിംഖാനയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ജിംഖാന അതിന്റെ മിക്സ്ചർ ആയിരുന്നു. അതായത് അവിടെ ഒരു നെസ്ലൻ ഫാക്ടറോടെയാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ പോയപ്പോ ഒരു മുന്നോട്ട് പോകുന്ന സമയത്ത് വേ ഫോർവേഡിൽ എനിക്ക് ഉറപ്പായിട്ടും എക്സ്പെരിമെന്റ് ചെയ്യാൻ എനിക്കും ഇഷ്ടമുള്ളതാണ്. നമുക്ക് കാണണമല്ലോ നമ്മളുടെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തന്നെ അളക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലത്തെ ഈഗോ ഉണ്ടല്ലോ, എനിക്ക് പറ്റും എന്നുള്ള സാധനം. ഇത് പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ ഈ സ്ട്രോങ് പോയിന്റ് വിട്ടിട്ടുള്ള ഒരു അല്ലെങ്കിൽ അതെ ഉറപ്പായിട്ടും ഞാൻ ആൾക്കാർക്ക്
ഞാൻ എന്റർടൈൻ ചെയ്യുന്നത് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ്. അപ്പൊ അതൊരിക്കലും ആളുകൾ ഉപദേശിച്ചു, ഇവര് ഗിരീഷ് ഷെഡി പറഞ്ഞതുപോലെ ഉപദേശിച്ചിട്ട് മാറ്റിപ്പിടിക്കടാ സംഗതി അത് പുള്ളി നമ്മുടെ ഉപദേശിച്ച് വേറൊരു വഴിയിലേക്ക് ചിലപ്പോ അവര് തന്നെ കുറ്റവും പറയും ഇത് ചെയ്തിട്ട്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തുള്ള ഒരു ബബിൾ ഫാക്ടർ ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയ ഞാൻ മനസ്സിലാക്കുന്ന നെസ്ലൻ ഒരു തരത്തിലും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പെട്ടുപോയിട്ടുള്ള ഒരാളല്ല എന്നുള്ളതാണ്. കിട്ടാൻ തന്നെ പാടാണ് അവിടെ. പിന്നെ സോഷ്യൽ മീഡിയ അപ്പൊ അത് പക്ഷെ നെസ്ലന്റെ ഏജ് ഗ്രൂപ്പ് ഈ പറയുന്ന എല്ലാ സോഷ്യൽ ടച്ച് പോയിന്റിനെയും ഭയങ്കര കണക്ട് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ സോഷ്യൽ അത് ആ സോണിൽ എന്താ കാണുന്നത്? സോഷ്യൽ മീഡിയ കേൾക്കേണ്ടത് കേൾക്കുന്ന, അതെ 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 ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്ഡേറ്റ്സ് അറിയുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, നല്ലത് എടുക്കുക. അനാവശ്യ നെഗറ്റീവും കാര്യങ്ങളൊന്നും അങ്ങനെ ഓവർ പ്രൈസിങ്ങും ഓവർ ക്രിറ്റിസിസും ആവശ്യമുള്ളതാണോ നോക്കിയിട്ട്. അതെ 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 അതിൽ കാര്യമുണ്ടോ, പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം അത് തലയ്ക്കകത്തെടുക്കുക, അത് മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാതെ ചില പോയിന്റിലൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അത് ഞാൻ തന്നെ എന്താ നമ്മൾ ഭയങ്കര ഇതായി പോവും ഈ സ്ക്രീൻ ടൈമിങ്. അതെ, നമ്മൾ ചിലപ്പോ ഒരു 20 minutes ഒക്കെ നമ്മൾ വേറെ എവിടെയും സോൺ ഔട്ട് ആയിട്ട് ഇതിൽ തന്നെ പോയി കളയും. അപ്പോൾ അങ്ങനത്തെ സമയത്തെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ഡിറ്റാച്ച്മെന്റ് ഞാൻ തന്നെ വരുത്താറുണ്ട്. പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാ നമ്മളുടെ അപ്ഡേറ്റ്സ് അറിയിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വശമില്ല. ഇതിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ. അതെ, ഇത് ഈ ഫീഡ്സ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല, ഒന്നാമത്തെ കാര്യം ജെന്യുവൻലി. അമലിന്റെ പടത്തിന്റെ കൂടെ ചോദിക്കാലോ. അമൽ നീരത് പടമാണ് ഇപ്പൊ ഫിനിഷ് ചെയ്തിട്ടുള്ളത്, ജിത്തുവിന്റെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. എന്താ ഇപ്പൊ എനിക്കറിയാം ഒരുപാട് ആ പടത്തെ കുറിച്ച് പറയുന്നത്, പക്ഷെ അതൊരു നമുക്കറിയാം ഇപ്പൊ എപ്പോഴും മലയാളത്തിൽ എപ്പോഴും ഒരു മോട്ടിവേറ്റിംഗ് ട്രെയിലർ മുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്നതാണ് അമൽ നീരത് എങ്ങനെയാണ് ഒരാളെ ഫ്രെയിമിൽ സെറ്റ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? വളരെ ഹാപ്പിയാണ്. അതൊരു അമൽ നീരത് പടമായിരിക്കും, അമൽ സാറിന്റെ പടമാണ്. അമൽ നീരദിന്റെ നസ്ലനെയും കാണാം അല്ലേ? അതെ, കാണാം. ഞാനൊരു ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമലേട്ടനോട് കൈ പിടിച്ചിട്ട് ചേട്ടാ താങ്ക് യു, നല്ല രസമുണ്ട് എന്നെ കാണാൻ. അവനെ കാണാൻ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് മാത്രം ചെയ്ത പടമാണ് അത്. അമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ള എല്ലാവരെയും പോലെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു ഓഫർ വന്നു, ചെയ്തു. അത് നല്ല രീതിയിൽ തന്നെ പക്കാ ഒരു സ്റ്റൈലിഷ് പടമായിരിക്കും. ഈ കറുപ്പൊക്കെ വന്ന സമയത്ത് വീണ്ടും അഗെയിൻ സൂര്യ, ബാക്ക് ടു, അതെ, ഇതൊരു വന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു സ്ട്രേറ്റ് തമിഴ് പടമായിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ജിത്തു അവിടെ ഉണ്ട്, നിറയെ മലയാളികളാ. സുഷിൻ ചേട്ടൻ, വിവേക് ഹർഷൻ, എല്ലാവരും മലയാളി. അതെ, പക്ഷെ അത് ഔട്ട് ആൻഡ് ഔട്ട് തമിഴ് പടം കൊണ്ട് തമിഴാണ്. അതെ, ടീമിനെ കൊണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകളെല്ലാം തമിഴ്. ഞാനും നസ്രിയും മാത്രമേ ഉള്ളൂ അങ്ങനെ മലയാളി. ഔട്ട് ആൻഡ് ഔട്ട് തമിഴ് പടം. അതിന്റെ കൂടുതലൊന്നും പുറത്തു പറയാനായിട്ട് അതെ അനുവാദില്ല. അപ്പൊ എന്തായാലും ഒരു മോളിവുഡ് ടൈംസിനെ കണക്ട് ചെയ്ത് നമ്മളൊരു ലാസ്റ്റ് ഒരു വൈൻഡ് അപ്പ് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, പേഴ്സണലി എന്താണ് ഒരു ടാഗ് ലൈൻ ഈ പടത്തെ കുറിച്ച് നസ്ലനുള്ളത്? എന്തായാലും അബി അതിനൊരു ടാഗ് ലൈൻ ഇട്ടിട്ടുണ്ട്. ആണോ? എന്താ പറഞ്ഞത്? ആദ്യം മറ്റേ ഇത് ഓക്കെ, അതില്ല ഇപ്പോ പോസ്റ്റർ കാണുന്നില്ല. ആണോ? അത് പക്ഷെ ആക്ച്വലി ഉണ്ട്, തിയേറ്റർ ഉണ്ടാവും, തിയേറ്ററിൽ ഉണ്ടാവുമായിരിക്കും എന്തായാലും. ആ ശരിയാ, ഹെയ്റ്റ് ലെറ്റർ ടു മലയാളം സിനിമ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ലവ് ലെറ്റർ ടു മലയാളം സിനിമ ആയിരിക്കും. അതെ, മലയാളം, അതെ, ഒരു ലവ് ലെറ്റർ ടു മലയാളം സിനിമ. എന്തായാലും താങ്ക് യു, അടിപൊളിയാക്കാം. താങ്ക് യു. അതെ.